നമസ്തേ. ജോബിന്റെ നീതി, സമൃദ്ധി, വിശ്വാസം. ഇയ്യോബ് ഊസ് ദേശത്താണ് താമസിക്കുന്നത്. വലിയൊരു കുടുംബമുള്ള ധനികനാണ് അദ്ദേഹം. എന്നിരുന്നാലും തന്റെ നീതിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. ഇയ്യോബിനെ അയൽക്കാർ ബഹുമാനിക്കുന്നു. ദൈവത്തോടുള്ള അവന്റെ ഭക്തി സ്വർഗത്തിൽ പോലും അറിയപ്പെടുന്നു. കഷ്ടപ്പാടുകളും നഷ്ടങ്ങളും നേരിടുന്ന എല്ലാവർക്കും ഇയ്യോബിന്റെ ദൈവത്തിലുള്ള ആശ്രയം ഒരു മാതൃകയാണ്. ഇയ്യോബ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഊസ് ദേശത്ത് ജീവിച്ചിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനുമായിരുന്നു. അവൻ ദൈവത്തെ ഭയപ്പെട്ടു, തിന്മയെ വർജിച്ചു. അവൻ 7 പുത്രന്മാരും 3 പുത്രിമാരുമുണ്ടായിരുന്നു. അവന് 7000 ആടുകളും 3000 ഒട്ടകങ്ങളും 1000 കാളകളും 500 പെൺകഴുതകളും ഒരു വലിയ കുടുംബവുമുണ്ടായിരുന്നു. കിഴക്കൻ ദേശത്തെ എല്ലാവരിലും അവൻ ഏറ്റവും ധനികനായിരുന്നു. അവന്റെ പുത്രന്മാർ ഊഴമനുസരിച്ച് സ്വന്തം വീട്ടിൽ വിരുന്നുകൾ നടത്താറുണ്ടായിരുന്നു. അവർ അവരുടെ 3 സഹോദരിമാരെയും തങ്ങളോടൊപ്പം ഭക്ഷിക്കാനും കുടിക്കാനും ക്ഷണിക്കുമായിരുന്നു. ഈ വിരുന്നുകൾക്ക് ശേഷം ഇയ്യോബ് തന്റെ മക്കളെ ആളയച്ച് അവർക്ക് വേണ്ടി ഒരു ശുദ്ധീകരണ ചടങ്ങ് നടത്തുമായിരുന്നു. അവൻ അതിരാവിലെ എഴുന്നേറ്റ് ഓരോരുത്തർക്കും വേണ്ടി ഹോമയാഗങ്ങൾ അർപ്പിക്കുമായിരുന്നു. അവൻ ചിന്തിച്ചു, ഒരുപക്ഷെ എന്റെ മക്കൾ പാപം ചെയ്യുകയും ദൈവത്തെ ഹൃദയത്തിൽ ശപിക്കുകയും ചെയ്തിരിക്കാം. ഇയ്യോബ് എപ്പോഴും അങ്ങനെ ചെയ്തിരുന്നു. ഇയ്യോബിന്റെ പരീക്ഷണം. ഒരു ദിവസം സ്വർഗസ്ഥർ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നു. ആക്രമണകാരി അവരോടൊപ്പമുണ്ടായിരുന്നു. നീ എവിടെയായിരുന്നു? ദൈവം ആക്രമണകാരിയോട് ചോദിച്ചു. ഞാൻ ഭൂമിയിൽ ചുറ്റി നടന്നു. ആക്രമണകാരി അവൻ ഉത്തരം നൽകി. ഞാൻ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. നീ എന്റെ ദാസനായ ഇയ്യോബിനെ പരിഗണിച്ചിട്ടുണ്ടോ? ദൈവം അവനോട് ചോദിച്ചു. ഭൂമിയിൽ അവനെപ്പോലെ ആരുമില്ല. അവൻ നിഷ്കളങ്കനും നേരുള്ളവനുമാണ്. അവൻ ദൈവത്തെ ഭയപ്പെടുകയും തിന്മയിൽ നിന്ന് അകന്നുമാറുകയും ചെയ്യുന്നു. ഇയ്യോബ് ഒരു കാരണമില്ലാതെ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ? ആക്രമണകാരി ദൈവത്തോട് മറുപടി പറഞ്ഞു. നീ എപ്പോഴും അവനെയും അവന്റെ കുടുംബത്തെയും അവനുള്ളതെല്ലാം സംരക്ഷിച്ചിട്ടില്ലേ? അവൻ ചെയ്യുന്നതെല്ലാം നീ അനുഗ്രഹിച്ചിരിക്കുന്നു. അങ്ങനെ അവന്റെ കന്നുകാലികളും ദേശത്തു പെരുകും. എന്നാൽ അവനുള്ളതെല്ലാം നശിപ്പിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ അവൻ നിങ്ങളെ മുഖത്തു നോക്കി ശപിക്കും. 1. ഇയ്യോബിനെ സംബന്ധിച്ച് ദൈവത്തിന് പ്രസാദകരമെന്താണ്? 2. ഇയ്യോബ് ദൈവത്തെ ആരാധിക്കുന്നുവെന്ന് ആക്രമണകാരി വിശ്വസിക്കുന്നതെന്തുകൊണ്ട്?